ഇതെന്താ പപ്പടം കാപ്പിയോ? ഇവിടെ എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ? അതിന് എനിക്ക് പപ്പടം കട്ടൻ ചായ മാത്രമേ കിട്ടിയില്ല, വേറെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലേ? ഇതെന്നെ ഈ പറയുന്ന മനുഷ്യ, എനിക്ക് അതിനുള്ള ശക്തി ഇല്ല. ഒരുത്തനാണ്ട് അതിനകത്ത് നിന്ന് പട്ടിണി കിടക്കുന്നു. പട്ടിണിയാ? അവൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് അകത്തിരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. പട്ടിണി നടക്കണ ഒരു മോൻ. അവള് ആരവള്? എൻ്റെ അടുത്ത് അപ്ഡേറ്റഡ് ആവാനാ? ആരാണ് അവള്? എടാ അവള് ഋഷഭ. എൻ്റെ അടുത്ത് അപ്ഡേറ്റഡ് ആവാൻ ഈ വീട്ടിൽ എൻ്റെ അത്ര അപ്ഡേറ്റഡ് വേറെ ആരുണ്ടോ? ആരുമില്ല, അതുകൊണ്ടല്ലേ പുറത്തുനിന്ന് നിർത്തി വന്ന് പറഞ്ഞേ. ഞാനിരുന്നിട്ട് കിടക്കാൻ പോകണം. ആ പിന്നെ കിടക്കണം. അവിടെ ഇരുന്നാ അവിടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. അതുവരെ എല്ലാവരുടെയും കിടപ്പും കൂടിയൊക്കെ ഇവിടെ തന്നെ. നിങ്ങളുടെ കൂടി സന്തതി അതിൻ്റെ അകത്ത് ഇരിക്കണത്. ആരാണ് അതിൻ്റെ അകത്ത് കയറി പോയേക്കണെന്നും കൂടി അറിഞ്ഞൂടാ. ഇടയ്ക്കൊന്ന് മൂത്രം ഒഴിക്കാനൊക്കെ പോക്കോട്ടെ. അത് പറ്റില്ല. നീ അവിടെ ഇരിക്കും. നീ അടങ്ങി അവിടെ ഉറക്കുളച്ചിരിക്കും. എന്നാ കാപ്പി വേണ്ട, പപ്പടം മതി. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്നലെ നിങ്ങളെല്ലാരും ഇവിടെയാണോ കിടന്നേ? ആണെങ്കിൽ ചിലർക്ക് അങ്ങനെയാ, സാറേ കിടന്നാലും ഉറക്കം വരുള്ളൂ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നാ പിന്നെ ഒറ്റയ്ക്ക് കിടന്നാ പോരെ. വാതിക്കൊന്നും മാറിക്കൊച്ചേ. അമ്മ കുറച്ച് ചൂടുവെള്ളം തരുമോ? എനിക്ക് ഭയങ്കര തൊണ്ടവേന. ഞാനാണെങ്കിൽ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതെന്താ ഉറങ്ങാത്തെ? അമ്മ സോറി കേട്ടോ, ഞാനേ ഇന്നലെ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ടെൻഷൻ അടിച്ചാൽ പിന്നെ എനിക്ക് പ്രാന്ത് കയറും. എല്ലാത്തിനും കാരണം അക്കുമോനാ. അക്കുമോനോ? അവനോട് ഞാനൊരു പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാടിത്തരാൻ പറഞ്ഞു. ഇത് പറഞ്ഞ കാലം മറന്നു. ഇത്ര കാലമായിട്ട് അവൻ ചെയ്തില്ല. ഇന്നലെ ഞാൻ അവൻ കൊണ്ട് ഇരുത്തി പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാട്ടും പാടിപ്പിച്ചിട്ടാ ഉറങ്ങാൻ പോയത്. അവൻ എങ്ങോട്ട് പോയേ? അല്ല, അവൻ എന്നോട് അവന്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ ടെറസിലെങ്ങാനും പോയി കിടന്നു തോന്നുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിങ്കോൾഫി ഒന്നും ഇല്ല. ഡിങ്കോൾഫിയോ? അമ്മ വിചാരിക്കണ പോലെ ഒന്നുമില്ലാന്ന്. എനിക്കിപ്പം നമ്മുടെ ആകാശിനെ കുറിച്ച് നല്ലൊരു മതിപ്പ് തോന്നുക. എനിക്കും ഞാൻ വിചാരിച്ച പോലെ അല്ല അവൻ. അച്ഛൻ എന്താണ് വിചാരിച്ചത്? അവന് നല്ല സംസ്കാരമുണ്ട് ഇപ്പോൾ. അപ്പൊ ഞങ്ങൾക്കൊന്നും സംസ്കാരമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതല്ലടാ, ഇന്നലെ രാത്രിയിലെ അവൻ ആ പെങ്കൊച്ചിനെ ആ റൂമിൽ കിടത്തിയിട്ട് അവനെ കൊതുകടിയും കൊണ്ട് ടെറസിന്റെ മേളിൽ കിടക്കുമായിരുന്നു അല്ലേ? എന്ത് നല്ല മനസ്സാ അവന്റെ. പിന്നെ കൊതുകടി ഉള്ളവർക്കൊക്കെ നല്ല മനസ്സാ. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തളയ്ക്ക് മലക്കം പറയാൻ പറ്റുന്നു? ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ആ കുട്ടി ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു, മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമാക്കിയില്ലേ? എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, 5-6 പെമ്പിളേരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എന്നിട്ട് ഞാൻ റൂമിൽ കിടന്നിട്ട് അവരെ ടെറസിന്റെ മുകളിൽ കിടത്താം. അപ്പൊ എനിക്ക് സംസ്കാരം ഉണ്ടാവില്ലേ? എനിക്ക് സംസ്കാരം ഉണ്ടാവോ അമ്മേ? സംസ്കാരം ഉണ്ടാവോ? അപ്പൊ എന്റെ സംസ്കാരം നീ അറിയും. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ പ്ലാൻ എന്താ? ഇവിടെ തന്നെ വെച്ചുറപ്പിക്കാനുള്ള പരിപാടിയാണോ? എടാ, ഞാൻ നമ്മുടെ ആകാശനോട് തഞ്ചത്തിലെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. തഞ്ചത്തിലും കുഞ്ചത്തിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ ഇറക്കി വിട്. ആ സംസ്കാരം ഉള്ളവൻ ഓർഡർ ചെയ്ത് ആ റൂമിനകത്ത് ഒറ്റയ്ക്ക് കയറ്റുക. എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും എനിക്കിപ്പോ വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എടി, നീ പോയി ഇവൻ എന്തെങ്കിലും തിന്നാളിന് കൊടുക്കുക. കൂടെ 2 ദോശ എനിക്കും ഉണ്ടായിരിക്കുക. ഇതൊന്നും സംസ്കാരമുള്ള കുടുംബത്തിന് ചേർന്നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ടാക്കി തരാവേ. നീ നേരത്തെ എണീച്ചാ? എടാ, നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നിട്ട് ചുമ്മാ കിടന്ന് ചൊറിയ. എന്തിനാ ഇതിന് ഡൗട്ടും? അതാണ് അത് ഈ ചേട്ടന്മാരുടെ പ്രശ്നം. ചേട്ടന്മാർക്ക് എന്തോന്നു? മൂത്തോന് പെണ്ണ് കിട്ടാത്തതിന്റെ, മസലാളിയാണ് പെണ്ണ് വേണ്ട. ഒരു 60 പെണ്ണുകളെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒറ്റ ഒന്നിനും അവന് പിടിക്കൂല. വെറും ചാട്ടം. അവന് മൂത്തോന്. എടാ, അങ്ങനെയാണെങ്കിലേ നമുക്കൊരു പണി കൊടുക്കാമല്ലോ. പണിയാ? എന്ത്? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് വർക്കാവോ നോക്കാം.
നല്ല സംസ്കാരം. അതെ, എനിക്ക് പെണ്ണ് കിട്ടാത്തോണ്ടല്ല ഞാൻ ഒരു കല്യാണം കഴിക്കാത്ത. എനിക്ക് ഇഷ്ടമല്ല കൊഞ്ചലും കൊലയിലും ഇതിനകത്ത്. എടാ അവന് സംസ്കാരം മാത്രമല്ല പ്രണയിക്കാനും അറിയാം. കണ്ട അവൻ്റെ പ്രേമഗാനവും താളവും കാമദേവം വരെ തോറ്റുപോകും. കാമദേവനാ അച്ഛനെന്താ അച്ഛാ? ഈ വാങ്ങിക്കൊണ്ടല്ലേ ഞങ്ങൾക്ക് പേരിട്ടതുകൊണ്ട്. മാറി ഓൾഡ് ഡാഡി. വർക്കാവുന്നുണ്ട് കേട്ടോ, നോക്ക്. കൊള്ളാവാ? വെണ്ടക്ക വേണോ? കഴിക്കേ. ചെറിയ പീസ് മതി. നമുക്ക് അടുക്കള പോയെന്ന് കഴിക്കാം. അതായിരിക്കും നല്ലത്. ഞാൻ കഴിച്ചോളാം, കഴിക്കേ. ഉരുളക്കിഴങ്ങ് വേണോ? പയ്യെ പയ്യെ. കുളിച്ചതിനിപ്പോ ഭയങ്കര വിശപ്പ്. നീ കുളിച്ചാ? ആ നീ കുളിച്ചില്ലേ? ഞാൻ എന്തിനാ കുളിക്കുന്നു? അയ്യേ പോയി കുളിയുടെ മാറിയിട്ട് പാടില്ല. ചമ്മന്തി അല്ലേ? അല്ലേ എനിക്ക് ഓട്സാ ഇഷ്ടം. പുറത്തുനിന്ന് കഴിക്കുക. പുറത്ത് ഓട്സ് കിട്ടുമോ? കിട്ടുമായിരിക്കും, നോക്കാം. ചട്നി വെക്കണ്ടേ? ചട്നി ഉണ്ട്. ഒഴിവല്ലേ? അമ്മു കുട്ടി, നീ എന്തെങ്കിലും ആലോചിക്കണം? അത് ഞാൻ പറയില്ല. ഞാൻ എന്താ ആലോചിക്കണം നിനക്ക് പറയാമോ? എനിക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് കണ്ട എവിടെ നിനക്ക് പറഞ്ഞു കേട്ടോ? എനിക്ക് ഓർമ്മയില്ല ഒന്നും. ഞാൻ പറയട്ടെ, എൻ്റെ വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് ഒരു ചുവന്ന പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി കാതിലൊരു ജിമിക്ക് കമ്മലൊക്കെ ഇട്ട് എൻ്റെ മുമ്പിൽ കൂടെ 2-3 പ്രാവശ്യം നീ നടന്ന ഓർമ്മയുണ്ടോ? ഞാനതൊന്നും ഓർക്കണില്ല. എന്നെ കാണിക്കാനല്ലേ നീ അങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്? ഓ, അന്നേ ഞാൻ കരുതിയതാ ഈ സുന്ദരിക്കുട്ടി എനിക്കുള്ളതാണ്. എത്ര സുന്ദരമായ ജീവിതമാണ് നമ്മുടെ, അല്ലേ? അതെ. വയസ്സാം കാലത്തൊരു പ്രണയം, ഇങ്ങനെ കുറേ കാലം കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. മക്കളും അവരുടെ അരവിന്ദോ വയസ്സന്മാരായി നല്ല 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 സ്വപ്നങ്ങളും കണ്ട് ജീവിതമായിട്ട് നമ്മൾ അരവിന്ദ, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുവോ? അത് നീ നോക്കിയാൽ കാണൂലടാ. അതെന്താ അത്രയ്ക്ക് ദൂരെയാ? നീ വന്ന കാര്യം പറ. എടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ വാതിക്കല് അച്ഛനും അമ്മയും കൂടി ഇന്ന് പ്രേമിക്കുന്നു. അവനാണെങ്കിൽ വേറൊരുത്തേയും വിളിച്ചോണ്ടെന്ന് അവരിന്ന് പ്രേമിക്കുന്നു. ഇത് ഇവിടെ നടക്കത്തില്ല. അത് നമുക്ക് അവളെ ഓടിക്കണ്ടേ? അങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുത്തില്ലേ? സാവധാനത്തിൽ തീരുമാനിക്കാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നടാ, എന്ത്? എൻ്റെ പഴയ കാലം കോളേജ്. എന്തിനീ കൂതറ സാധനമൊക്കെ ഓർക്കുന്നേ? എടാ, ചുവന്ന പൂക്കൾ വീണ പടിക്കെട്ടുകളിൽ മഞ്ഞ ധാവണി കൊടുത്ത് അവളിരുന്നപ്പോൾ ഞാൻ അവളുടെ കാതിലോതിയത്. ആ, നീ അല്ല ഓതിയത്. നീ കൊടുക്കെന്നും പറഞ്ഞൊരു തുണ്ടുകളുടെ സ്നേഹിക്ക് തന്നു വിട്ടില്ലേ? അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനന്ന് പോയി അടി മേടിച്ചത്. അന്ന് എനിക്ക് തരാന്ന് പറഞ്ഞ ചോക്ലേറ്റ് എന്ത്? ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വല്ല കടയിലും പോയി വാങ്ങിച്ചിട്ട് നടക്കാൻ. അവിടെ പ്രണയം, ഇവിടെ പ്രണയം, മേശപ്പുറത്ത് പ്രണയം, വരാന്ത പ്രണയം, ആട്ടുതൊട്ടിൽ പ്രണയം. ആട്ടുതൊട്ടില് പ്രണയോ? എന്താടാ? കണ്ടോടാ, അരവിന്ദേട്ട ഫ്ലാറ്റ്. ഇനി വീട്ടിൽ ടപ്പ ടപ്പ ടപ്പേന്ന് പറഞ്ഞ് കല്യാണം നടക്കും. എല്ലാത്തിനും പ്രേമം പ്രേമം പ്രേമം. എന്തു ഇത്ര പ്രേമിക്കാതിരിക്കുന്നത്? അക്കൂസേ, ഓ, എന്ത് ചെയ്യാ? ഒന്നും ചെയ്യണില്ല. ഫോൺ നോക്കല്ല അക്കൂസേ. അക്കൂസേ, എനിക്കൊരു ഉമ്മ തരുമോ? ഞാൻ ചത്തിട്ട് പോരടി നിനക്ക് നിന്റെ ഉമ്മ. എന്താ ഇപ്പൊ ഉമ്മ വെച്ചാ? ഇപ്പൊ ഇവിടെ എല്ലാരും ഇല്ലേ? എല്ലാരും ഉണ്ടായെങ്കിൽ എന്താ? ഞങ്ങളെ കൊല്ലുന്നു എന്നിട്ടാ കൊടുക്ക്. അക്കൂസേ, കക്കൂസ്.
എന്തൊക്കെയായി ഈ വീട്ടിൽ നടക്കുന്നത്? വരാന്തയിലിരുന്ന് കുറേ എണ്ണം പ്രേമിക്കുന്നു, സിറ്റ് ഔട്ടിലിരുന്ന് കുറേ എണ്ണം പ്രേമിക്കുന്നു, ഒരുത്തനാണെ പെരക്കകത്തിരുന്നിട്ട് കഴിഞ്ഞ ഭൂതകാലത്തിനെ ഓർത്ത് പ്രണയിക്കുന്നു. എവിടെ നോക്കിയാലും പ്രണയം പ്രണയം പ്രണയം. ഇത്ര നാളില്ലാത്ത ഈ പെണ്ണും പിടക്കോഴിയൊക്കെ ഇപ്പൊ എവിടുന്നാ വന്നത്? ഇത്ര നാൾ ശരീരവും വീടും എന്ന് പറഞ്ഞ് നോക്കി നടന്ന ഞാൻ മണ്ടൻ. നീ മണ്ടനാണോ? അല്ല, നീ മണ്ടനല്ല. നീ നിന്റെ ശരീരത്തെയാണ് സ്നേഹിച്ചത്. നിനക്ക് എന്താണ് ഒരു കുറവ്? നല്ല മനസ്സില്ലേ? സൗന്ദര്യമില്ലേ? ശരീരമില്ലേ? ആകാര വടിവില്ലേ? നീ വിചാരിച്ചാലും കിട്ടും, നിനക്കും കിട്ടും നല്ലൊരു പെണ്ണ്. പക്ഷെ അത് ആകാശം ചെയ്തപോലെ സ്വന്തം ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കെട്ടുകയല്ല വേണ്ടിയത്. ആദ്യം അരവിന്ദൻ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് നോക്കാം. നമുക്കെന്താ കുറവ്? ഇച്ചിരി കുടവേരം കഷണ്ടി ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് പിന്നെ അത് ആണുങ്ങളുടെ ലക്ഷണമാണെന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ വിജയമാണ്. നിന്നെ കൊണ്ട് പറ്റും. ശരീരത്തെ സ്നേഹിക്കുന്ന എല്ലാ ആണുങ്ങളും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കിട്ടും.